പ്രസ്ഥാനം സ്വന്തം കൈകളിലേക്ക് കിട്ടിയതിന്റെയും അതിന്റെയൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 5 പേഴ്സ്. എന്റെ പേര് അഞ്ജു, രാമനാട്ടുകരയാണ് വീട്. ഞാനൊരു ചെറിയൊരു ഫാഷൻ ഡിസൈനറാണ്. എനിക്ക് ചെറിയൊരു ഷോപ്പൊക്കെ ഉണ്ട്. ഇതിനു മുമ്പ് തന്നെ പല ഡയറക്ട് സെല്ലിങ്ങിലും ഞാൻ പോയി തലയിട്ടിട്ടുണ്ട്. 2017 ആദ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ചായ കുടിക്കുന്നതിലൂടെ വരുമാനം ഉണ്ടാക്കാം, കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആകുമ്പോഴാണല്ലോ പൊതുവെ നമ്മള് പൈസേന്റെ ഒക്കെ ഒരു വാല്യൂ അറിയണത്. അപ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ ആവശ്യങ്ങൾ വേണ്ടി വരുന്നത്. എന്തായാലും ചായ കുടിച്ചിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ, ഒന്ന് പോയി നോക്കാന്ന് കരുതി പോയി. കുറച്ച് മാസങ്ങൾ, ഒരു 5-6 മാസം തയ്ക്കുന്നതിന് മുമ്പ് എനിക്കത് മനസ്സിലായി. കാരണം അതിൽ ഓരോ ഉൽപ്പന്നങ്ങളും വില കൂടുതലാണ്. മാത്രമല്ല, ഒരു വീട്ടിലേക്ക് വേണ്ട മുളക് പൊടിയോ ഉപ്പോ അങ്ങനെ തുടങ്ങിയ ഒരു സാധനങ്ങളും ഇല്ല. കുറച്ച് പേസ്റ്റ് ഉണ്ട്, കുറച്ച് ഫേസ് വാഷ്, പിന്നെ കുറച്ച് ഹെൽത്ത് പ്രൊഡക്റ്റുകൾ. അപ്പൊ അതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന വിലയല്ല. അപ്പൊ എന്നെ കൊണ്ട് ഒരു സാധാരണക്കാരന് എനിക്ക് ഈ വിലയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ മറ്റൊരാൾക്ക് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും? എങ്ങനെ മറ്റൊരാൾക്ക് അത് വാങ്ങാൻ പറ്റും? അങ്ങനെ അത് കുറച്ചൊന്ന് ചവിട്ടി പിടിച്ചു. പിന്നെ വേറെ രണ്ടിടത്ത് പോലെ ആരെങ്കിലും വന്ന് പരിചയപ്പെടുത്തി ഞാൻ അതിന് പോയി തലയിട്ടു. ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതയൊക്കെ ഞാൻ തന്നെ യൂട്യൂബിലൊക്കെ നോക്കി സെർച്ച് ചെയ്തു. അപ്പൊ മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ സാധ്യത അനന്തമാണ്. ഇന്ന് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് മനസ്സിലാക്കി. പക്ഷേ ഏത് കമ്പനിയിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് മാത്രം അറിയാത്തതുകൊണ്ട് ഒരു 5-6 നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിലൊക്കെ ഞാൻ പോയി തലയിട്ടു. കുറച്ചൊക്കെ സാധനങ്ങൾ വാങ്ങി രണ്ടാമത് വാങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വിട്ടു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഇങ്ങനെ RCMന്റെ ഒരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, ലീഡേഴ്സ് വിളിച്ചിട്ടുണ്ട്, ഒന്ന് പോരണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോയി കേട്ടാൽ മതി, ഞാനില്ല. കാരണം ഇതിലൊക്കെ ഞാൻ കുറെ പോയി കേട്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ വിളിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അപ്സരന്റെ ബാക്കിലുള്ള സുജിത് സാറ് ഷോപ്പിലേക്ക് തന്നെ എന്നോട് പറഞ്ഞു, ടൗണിലേക്കല്ലേ, എന്തായാലും നീ ഒന്ന് പോരെന്ന് പറഞ്ഞു. അങ്ങനെ മനസ്സെടുത്തൊക്കെ നമ്മൾ കുറെ കേട്ടതാണല്ലോ എന്നുള്ള മട്ടിലാണ് ഞാൻ പോകുന്നത്. പോയപ്പോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനങ്ങളുണ്ട്. ലേഡീസ് എന്താ പെട്ടെന്ന് നോക്കുക, കോസ്മെറ്റിക്സാ അല്ലെ. ഇത്തിരി ബ്യൂട്ടി ആഗ്രഹിക്കാത്ത ആരുമില്ല, ഒന്ന് ചുണ്ട് ചോപ്പിച്ച് നടക്കാത്ത ആരുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ ലിപ്പാം, ആദ്യമായിട്ട് കൈ കൊണ്ടത് ലിപ്പാമാണ്. ഞാൻ ലിപ്പാമ ലിപ്സ്റ്റിക് യൂസ് ചെയ്യാറില്ല. കാരണം അതിൽ നല്ല കെമിക്കൽസ് ഉണ്ടെന്ന് പറയാം. ഒരു ലിപ്സ്റ്റിക് ഉപയോഗിച്ചിട്ട് എന്റെ ചുണ്ട് ഫുള്ള് ഡാർക്ക് കളർ ആയി പോയതാ. അപ്പൊ ലിപ്പാമ ഞാൻ കിട്ടുന്നത് നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന 20 രൂപേന്റെ 15 രൂപേന്റെ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ കംപ്ലൈന്റ് ആണെന്ന് അറിയാം. എന്നാലും നമ്മൾക്ക് പറ്റുന്ന വിലക്കാണല്ലോ കിട്ടാനേ. അങ്ങനെ വാങ്ങി ഉപയോഗിച്ചു. അങ്ങനെ ചോദിച്ചു. അപ്പൊ വില 199 രൂപ. അപ്പൊ അവിടുത്തെ മാഡത്തിനോട് ഞാൻ ചോദിച്ചു, ഇതിന് എത്രയാണോ രൂപ? അപ്പൊ എന്നോട് പറഞ്ഞു, അല്ല, അതിന് 99 രൂപയാണ്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. 199 രൂപയുള്ള ഒരു സാധനം നമുക്ക് 99 രൂപയ്ക്ക് ഒരു കസ്റ്റമർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്നു. ഭയങ്കര ഷോക്കായി പോയി. കാരണം ഈ ഒരു വില കുറവ് ഞാൻ മറ്റൊരു ഡയറക്ട് സെല്ലിങ്ങിൽ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ മറ്റു പല പ്രൊഡക്റ്റുകൾ എടുത്തു. ഫുഡ് ക്രീം എടുത്തു. കാലിൽ നല്ല വെള്ളിക്കറൽ ഉണ്ടായിരുന്നു. പൊതുവെ നമ്മുടെ മുഖത്തേക്ക് നോക്കുന്ന ആളുകൾ പിന്നെ നോക്കുക നമ്മുടെ കാലുകളിലേക്കാ അല്ലേ. ഇതിങ്ങനെ വിണ്ട് കീറി അത് ചെളി പോലെ എത്ര ഇട്ട് ഉറച്ചാലും ആ ഒരു മാറാത്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. അങ്ങനെ അത് വാങ്ങി ഉപയോഗിച്ചു. 3 ദിവസം കൊണ്ട് എനിക്ക് എന്റെ റിസൾട്ട് കണ്ടു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി, കുഴപ്പമില്ലല്ലോ. പിന്നെ അങ്ങനെ കൂടുതൽ പ്രൊഡക്റ്റുകളിലേക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഒരുപാട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഇതിൽ 2 രൂപയുടെ ഷാമ്പു മുതൽ എല്ലാത്തിനെ പറ്റിയും പഠിക്കാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. ഞാനും ഹസ്ബൻഡും ഒരുമിച്ച് മീറ്റിങ്ങിനൊക്കെ പോകും, പ്രൊഡക്റ്റ് എടുക്കും. അങ്ങനെ ഒരു 3 മാസത്തോളം, സത്യം പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് ഐഡിയ അടിച്ചിട്ടു. മറ്റുള്ളവരെ പോലെയൊക്കെ ഒരു ജോയിൻ ചെയ്ത പോലെ തന്നെ RCMനും ഒരു 5 വർഷം മുമ്പ് ഐഡിയ അടിച്ചിട്ടു. അതിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കിയില്ല. ഇപ്പൊ ഇതിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കറക്റ്റ് 8 മാസമേ ആവുന്നുള്ളൂ. ഫ്രീ പ്രൊഡക്റ്റ് കിട്ടി, ഒരുപാട് സന്തോഷമായി. പിന്നെ കീസോള് ഒരു സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഭയങ്കര ഒരു സെഗ്മെന്റ് ആണ്. അത് എന്താ പറയാ, ഇന്നിപ്പോ ലിപ്സ്റ്റിക് ഇടാത്ത മക്കൾ പോലും ഇല്ല. ഇന്ന് അംഗനവാടി പോകുന്നുണ്ടെങ്കിലും സ്കൂൾ പോകുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ചുണ്ടത്തൊരിത്തിരി ലിപ്സ്റ്റിക് ഇടണം. പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന ലിപ്സ്റ്റിക് ആയിക്കോട്ടെ, പൗഡർ ആയിക്കോട്ടെ, ഐലൈനർ ആയിക്കോട്ടെ, എന്തും ഹാർംഫുൾ കെമിക്കൽ ഉള്ളതാണ്. ഇന്നൊരു പരിപാടിക്കും പാർട്ടിക്കൊക്കെ പോകുമ്പോ കുട്ടിയിടാതെ ആരും ഇറങ്ങാറില്ല. പക്ഷേ ഇതില് ഓരോ ഉൽപ്പന്നത്തിനെ പറ്റി മനസ്സിലാക്കി പ്രീമിയം ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ ഏതൊരു സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന വിലക്കാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അത് ഉപയോഗിച്ചു അതൊന്ന് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ RCM വന്നപ്പോ കിട്ടിയത് ഇതുപോലെ എനിക്ക് ഹീമോഗ്ലോബിൻ വളരെ കുറവായിരുന്നു. ഞാനിത് ഷോപ്പിൽ ചെല്ലും, 2 എണ്ണം കട്ട് ചെയ്തിട്ട് കൊടുക്കും, എനിക്ക് തല ഇറങ്ങും. ഒരു 2-3 മണിക്കൂർ എനിക്ക് നല്ല സ്റ്റാൻഡായിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. വീട്ടിലത്തെ പണി കഴിഞ്ഞ് ഷോപ്പിലെത്തി കഴിഞ്ഞാൽ കുറച്ച് പണി എടുക്കുമ്പോൾ തന്നെ തലറങ്ങി തുടങ്ങും. ഞാൻ മേശൻ്റെ പോയി കയറി കിടക്കും. അവരോട് എന്നെ വിളിക്കേണ്ട ഇട്ടപ്പോൾ, കാരണം എനിക്ക് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയായി